ചില ആളുകൾക്ക് ചില അസുഖങ്ങൾ പെട്ടെന്ന് ബാധിക്കും. മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് അവർക്ക് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് പറയാം ദേ ആർ പ്രോൺ ടു ഡിസീസസ്. എൻ്റെ കാര്യം തന്നെയാണെങ്കിൽ ഐ ആം പ്രോൺ ടു നോസിയ വെൻ ഐ ട്രാവൽ ബൈ ബോട്ട്. ഞാൻ ബോട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നോസിയ അനുഭവപ്പെടും. നോസിയ എന്നാൽ തലകറക്കം തോന്നുക, വൊമിറ്റ് ചെയ്യണമെന്ന് തോന്നുക, അങ്ങനെ ആകെ ഒരു അസ്വസ്ഥത. അപ്പോൾ ഐ ആം പ്രോൺ ടു നോസിയ വെൻ ഐ ട്രാവൽ ബൈ ബോട്ട്. പ്രോൺ ടു എന്നാൽ റെഡിലി അഫക്റ്റഡ് ബൈ സംതിങ്. പെട്ടെന്ന് എഫക്റ്റഡ് ആവും, പെട്ടെന്ന് അത് നമ്മളെ ബാധിക്കും. അതാണ് പ്രോൺ ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില കുട്ടികളുണ്ട്, അവർ പുറത്തു പോയി ഒന്ന് കളിച്ചാലുടൻ അവർക്ക് അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ അത്തരം കുട്ടികളെ ദേ ആർ പ്രോൺ ടു ഇൽനെസ് വെൻ ദേ ഗോ ഔട്ട്. ഹി ഈസ് പ്രോൺ ടു ഇൽനെസ് സോ ഹിസ് മദർ മേക്സ് ഹിം സ്റ്റേ ഇൻഡോഴ്സ്. അവൻ എപ്പോഴും അസുഖങ്ങൾ ബാധിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മദർ അവനെ എപ്പോഴും ഉള്ളിൽ ഇരുത്താനാണ് ശ്രമിക്കുന്നത്. കുറച്ചുകൂടി എക്സാമ്പിൾ സെന്റൻസസ് നോക്കാം. സം റോഡ്സ് ആർ പ്രോൺ ടു ആക്സിഡൻസ്. ചില റോഡ്സിനൊക്കെ എപ്പോഴും ആക്സിഡന്റ് വരാൻ സാധ്യതയുള്ള റോഡുകളാണ്. ചില സ്ഥലങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ, പ്രോൺ ടു ആക്സിഡൻസ് എന്ന്. അങ്ങനെയുള്ള റോഡുകളും ഉണ്ട്, ആക്സിഡന്റ് വരാൻ സാധ്യതയുള്ള റോഡുകൾ. People in his family are prone to heart diseases. അവൻ്റെ ഫാമിലിയിലുള്ള ആളുകൾക്കൊക്കെ ഹാർട്ട് ഡിസീസസ് വരാൻ സാധ്യതയുള്ളവരാണ് എന്നാണ് അതിനർത്ഥം. പ്രോൺ ടു ഹാർട്ട് ഡിസീസസ്. ഹിസ് വൈഫ് ഈസ് പ്രോൺ ടു ഡിപ്രഷൻ. അദ്ദേഹത്തിൻ്റെ വൈഫിന് ഡിപ്രഷൻ വരാൻ സാധ്യതയുള്ളവരാണ്. ഡിപ്രഷനൊക്കെ പെട്ടെന്ന് അവരെ എഫക്റ്റ് ചെയ്യും എന്നർത്ഥം. ഇപ്പോൾ പ്രോൺ ടു എങ്ങനെ ഉപയോഗിക്കും എന്ന് മനസ്സിലായില്ലേ?